നമസ്കാരം. സമ്പദ് കാലത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിൽ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് വലിയൊരു ചരിത്രപരമായ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. 60 വർഷത്തിലേറെ പഴക്കമുള്ള 1961 ഇൻകം ടാക്സ് ആക്ടിനു പകരം ഇൻകം ടാക്സ് ആക്ട് 2025 പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ശമ്പള വരുമാനക്കാരായ ഇടത്തരക്കാർക്ക് ഗുണകരമായ പല കാര്യങ്ങളും ഇതിലുണ്ടെങ്കിലും പല ആനുകൂല്യങ്ങളും ഇനി അത്ര എളുപ്പത്തിൽ ലഭിക്കില്ല. നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 10 സുപ്രധാന മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട 10 മാറ്റങ്ങൾ. 1. പുതിയ റെജീം ഇനി ഡിഫോൾട്ട് ടാക്സ് റെജീം. നിങ്ങൾ പ്രത്യേകമൊന്നും ചെയ്തില്ലെങ്കിൽ പുതിയ നികുതി വ്യവസ്ഥയിലാണ് നിങ്ങളുടെ നികുതി കണക്കാക്കുക. പഴയ റെജീമിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർ അത് പ്രത്യേകം ഫോം നൽകി തിരഞ്ഞെടുത്തില്ലെങ്കിൽ വലിയ നഷ്ടമുണ്ടായേക്കാം. 2. നികുതിയില്ലാത്ത പരിധി 12 ലക്ഷം വരെ ഇളവ്. ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് പ്രകാരം 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ടതില്ല. എന്നാൽ 12 ലക്ഷത്തിന് മുകളിൽ 1 രൂപ വന്നാൽ പോലും ടാക്സ് നൽകേണ്ടി വരുമെന്ന കാര്യം ഓർക്കുക. പക്ഷെ മാർജിനൽ ബെനിഫിറ്റ് കിട്ടുമെന്നത് ആശ്വാസമാണ്. 3. സാലറിയോടൊപ്പം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ. കമ്പനി നൽകുന്ന താമസം, കാർ, മറ്റ് സൗകര്യങ്ങൾ എന്നിവയ്ക്ക് ഇനി കൃത്യമായ വാല്യൂ നിശ്ചയിച്ച് നികുതി നൽകണം. ഉദാഹരണത്തിന്, മെട്രോ നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക് ശമ്പളത്തിന്റെ 10% വരെ താമസ സൗകര്യത്തിന്റെ മൂല്യമായി കണക്കാക്കി നികുതി ചുമത്തപ്പെടാം. 4. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വർദ്ധിപ്പിച്ചു. ശമ്പളക്കാർക്കുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. 5. സൗജന്യ ഭക്ഷണത്തിനും സമ്മാനങ്ങൾക്കും പരിധി. ഓഫീസിൽ നിന്ന് നൽകുന്ന സൗജന്യ ഭക്ഷണം ഒരു മീലിന് 200 രൂപ വരെ മാത്രമേ നികുതി ഇളവ് ലഭിക്കൂ. വർഷം 15,000 രൂപയിൽ കൂടുതൽ ലഭിക്കുന്ന സമ്മാനങ്ങൾക്കും ഇനി നികുതിയുണ്ടാകും. 6. ഓഹരി നിക്ഷേപങ്ങളും ഇസോപ്പുകളും. ഓഹരികളുടെയും ഇസോപ്പുകളുടെയും ഫെയർ മാർക്കറ്റ് വാല്യൂ കണക്കാക്കാൻ പുതിയ നിയമത്തിൽ കൃത്യമായ രീതിയുണ്ട്. 7 വർഷത്തെ പരിശോധന, സ്ട്രിക്റ്റ് മോണിറ്ററിംഗ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും നിങ്ങളുടെ ഇടപാടുകൾ 7 വർഷം വരെ സൂക്ഷിക്കണം. അതുകൊണ്ട് വരുമാനം മറച്ചുവെക്കുന്നത് ഇനി അസാധ്യമാകും. 8. ടാക്സ് ഓഫീസർമാർക്ക് കൂടുതൽ അധികാരം. നിങ്ങളുടെ വരുമാനം കൃത്യമായി ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ മുൻകാല കണക്കുകൾ നോക്കി നികുതി നിശ്ചയിക്കാൻ ഓഫീസർക്ക് അധികാരമുണ്ട്. 9. ഡിജിറ്റൽ ഇൻകം നിരീക്ഷണം. ഓൺലൈൻ വഴിയുള്ള വരുമാനം, ഇൻഫ്ലുവൻസർമാരുടെ വരുമാനം എന്നിവ നിരീക്ഷിക്കാൻ പുതിയ സംവിധാനങ്ങൾ നിലവിൽ വന്നു. 10. കമ്പനി പലിശയില്ലാതെ ലോൺ കൊടുത്താൽ അതൊരു വലിയ സഹായമാണെന്ന് നമ്മൾ കരുതാറുണ്ട്. ബാങ്ക് പലിശ ഒഴിവാക്കി കിട്ടുന്ന ഈ സൗകര്യം സേവിംഗ് എന്നാണ് പലരും കാണുന്നത്. പക്ഷേ ഇനിയൊരു പ്രധാന കാര്യം മനസ്സിലാക്കണം. ഈ പലിശരഹിത വായ്പ പോലും ഇൻകം ടാക്സ് വകുപ്പിന്റെ കണക്കിൽ ഫ്രീ ബെനിഫിറ്റ് അല്ല, അത് ഒരു ഇൻകമായി കണക്കാക്കപ്പെടാം. പുതിയ നിയമം കാര്യങ്ങൾ ലളിതമാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെങ്കിലും രേഖകൾ കൃത്യമായി സൂക്ഷിച്ചില്ലെങ്കിൽ പണിയാകും. പഴയ റെജീമാണോ പുതിയ റെജീമാണോ നിങ്ങൾക്ക് ലാഭമെന്ന് കണക്കുകൂട്ടാൻ മറക്കരുത്. ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.